ഓക്കെ, നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് കോറിലെ ക്ലാസ് ആംഫീബിയെ കുറിച്ചാണ്. അപ്പോൾ ക്ലാസ് ആംഫീബിയ എന്താണെന്ന് നമുക്ക് നോക്കാം. ക്ലാസ് ആംഫീബിയയിൽ വരുന്ന പ്രധാനപ്പെട്ട ഒരു സൂപ്പർ ക്ലാസ് ആണ് സൂപ്പർ ക്ലാസ് ടെട്രാപോഡ. അപ്പോൾ ടെട്രാപോഡ എന്താണെന്ന് നമുക്കറിയാം. ടെട്രാപോഡ മീൻസ് എ ഗ്രീക്ക് വേർഡിൽ നിന്ന് വന്ന ടെട്രാ മീൻസ് ഫോർ, പോഡോസ് ഫുഡ്. അപ്പോൾ ഇങ്ങനെയുള്ള ഓർഗാനിസംസ്, ഈ 4 ഫൂട്ട് വരുന്ന ഓർഗാനിസംസിനെ ഉൾപ്പെടുത്തിയിരിക്കുന്ന ഒരു സൂപ്പർ ക്ലാസ് ആണ്, ക്ലാസ് ആംഫിബിയയിൽ വരുന്ന സൂപ്പർ ക്ലാസ് ആണ് സൂപ്പർ ക്ലാസ് ടെട്രാപോഡ. അപ്പം നമുക്ക് നോക്കാം ടെട്രാപോഡയുടെ ഫീച്ചേഴ്സ്. ടെട്രാപോഡയെ നമുക്ക് നാദോസ്റ്റോമേറ്റ, ആദ്യം നമുക്ക് ഇവരെ എങ്ങനെയാണ് ഇതിൻ്റെ ക്ലാസിഫിക്കേഷൻ നമുക്ക് നോക്കാം. ഓൾ ജോഡ് വെർട്ടിബ്രേറ്റ്സിനെ നാദോസ്റ്റോമേറ്റെ നമുക്കറിയാം. നാദോസ്റ്റോമേറ്റയെ നമ്മൾ ജോഡ് വെർട്ടിബ്രേറ്റ്സ് എന്നാണ് പറയുന്നത്. ഇവയെ നമുക്ക് 2 സൂപ്പർ ക്ലാസ് ആയിട്ട് തരംതിരിക്കാം. അത് ഏതൊക്കെയാന്ന് വെച്ചാൽ സൂപ്പർ ക്ലാസ് പിസസ് ആൻഡ് ടെട്രാപോഡ എന്നാണ്. ബട്ട് 2 പെയർസ് ഓഫ് ലിംബ്, പെൻഡാഡക്റ്റൈൽ ഡിജിറ്റ്സ്, പ്രൈമർലി ഇവർ ടെറസ്ട്രിയൽ ആണ്. അപ്പോൾ ഇങ്ങനെ കുറച്ച് ഫീച്ചേഴ്സ് താഴെ പറയുന്നുണ്ട്. ഈ ഫീച്ചേഴ്സ് ഉള്ളവരെയാണ് നമ്മൾ ഈ സൂപ്പർ ക്ലാസ്സിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. ദർ അഡാപ്റ്റഡ് ടു ആൻ അക്വാട്ടിക് ഹാബിറ്റ് സെക്കൻഡറിലി. ഇപ്പോൾ ഇവർക്കൊരു പ്രൈമറി ഹാബിറ്റ് കാണും വാട്ടറിൽ, അത് കഴിഞ്ഞിട്ട് സെക്കൻഡറി ആയിട്ട് ലാൻഡിൽ ഒക്കെ ജീവിക്കാനുള്ള ഒരു പ്രൈമറി ഇവർ ടെറസ്ട്രിയലാണ്, പക്ഷേ സെക്കൻഡറി ആയിട്ടും ഇവർക്ക് അക്വാട്ടിക് ഹാബിറ്റ്സിൽ ജീവിക്കാനുള്ള ഒരു അഡാപ്റ്റേഷൻസ് ഒക്കെ ഉണ്ട്. ഇവർ ലങ് ബ്രീത്തേഴ്സ് ആണ്. സ്കിൻ, എക്സോസ്കെലിറ്റൻ ഓഫ് സ്കെയിൽസ്, ഫെതേഴ്സ് ഓർ ഹെയർ ഒക്കെയാണ് സ്കിൻസിൽ. അതുപോലെ ഹേർട്ട് 3 or 4 ചേമ്പേർഡ് ആണ്. ഏകദേശം 30,000 സ്പീഷീസ് ഇവരെ ഐഡൻറ്റിഫൈ ചെയ്ത് കണ്ടെത്തിയിട്ടുണ്ട്. ഇപ്പോൾ ഇതിനകത്ത് വരുന്നത് ഓൾ ലിവിങ് ലാൻഡ് വെർട്ടിബ്രേറ്റ്സിനെ നമുക്ക് ടെട്രാപോഡയിൽ ഉൾപ്പെടുത്താം. ഫോമർ ലാൻഡ് വെർട്ടിബ്രേറ്റ്സ് വിച്ച് ഹാവ് അഡാപ്റ്റഡ് ആൻ അക്വാട്ടിക് ലൈഫ് സ്റ്റൈൽ എന്നാണ് ഇവരെ കുറിച്ച് പറയപ്പെടുന്നത്. അപ്പോൾ നമുക്ക് നോക്കാം. ഇതിനകത്ത് സാധാരണ എക്സാമ്പിൾ ആയിട്ട് കുറേ പറയുന്നുണ്ട്. അപ്പോൾ ഇവരുടെ ഒരു പ്രത്യേകത, ഈ ടെട്രാപോഡ എന്ന പറഞ്ഞ ക്ലാസ്സിൽ വരുന്നതാണ് ആംഫീബിയ, റെപ്റ്റൈലിയ, ഏവ്സ്, മമേലിയൊക്കെ. അപ്പോൾ ഈ വെയിൽസ് എന്ന് പറഞ്ഞ ഈ ഒരു കൂട്ടത്തിൽ വരുന്ന ഇവരൊക്കെ ഈ പറഞ്ഞ പോലെ നമ്മുടെ ഈ ക്ലാസ്സിൽ ടെട്രാപോഡയിൽ എക്സാമ്പിൾസ് ആയിട്ട് നമുക്ക് പറയാവുന്നവരാണ്. ഇവരുടെ പ്രത്യേകത, ഈ ടെട്രാപോഡ്സ് ഓക്കുപ്പൈ വൈഡ് വെറൈറ്റി ഓഫ് ടെറസ്ട്രിയൽ ഹാബിറ്റാറ്റ്സ് ഇൻക്ലൂഡിംഗ് ഫോറസ്റ്റ്, ഗ്രാസ് ലാൻഡ്, ഡെസേർട്ട്, സ്ക്രബ് ലാൻഡ്, മൗണ്ടെയിൻസ് ആൻഡ് പോളാർ റീജിയൻ. അപ്പോൾ നമ്മൾ ഈ ടെട്രാപോഡ് എന്ന് പറഞ്ഞപ്പോൾ ഇവർ എല്ലാ ലൈഫ് ഫോംസിലും ഇവരെ നമുക്ക് കാണാം. കൂടുതലും ടെറസ്ട്രിയൽ ഹാബിറ്റാറ്റ്സ് ആയ ഫോറസ്റ്റിൽ, ഗ്രാസ് ലാൻഡിൽ, ഡെസേർട്ടിൽ, ഈ കുറ്റിച്ചെടികളുള്ള ലാൻഡിൽ, മൗണ്ടെയിൻസിൽ, പോളാർ റീജിയൻസിലൊക്കെ. മോസ്റ്റ് ടെട്രാപോഡ്സ് ആർ ടെറസ്ട്രിയൽ ആണ്. ദർ ആർ ന്യൂമറസ് ഗ്രൂപ്പ്സ് ദാറ്റ് ഹാവ് ഇവോൾവ്ഡ് ടു ലൈവ് ഇൻ അക്വാട്ടിക് ഹാബിറ്റാറ്റ്സ്. അപ്പോൾ കൂടുതലും അവർ അക്വാട്ടിക് ഹാബിറ്റാറ്റ്സിൽ നമുക്ക് ഇവരെ കാണാം. അതിനായിട്ട് വരുന്ന എക്സാമ്പിൾസ് ആണ് വെയിൽസ്, ഡോൾഫിൻസ്, അതുപോലെ തന്നെ സീൽസ്, അതുപോലെ തന്നെ വാൾറസ്, സീ ലയൺ, മറ്റ് സ്നേക്സ്, അതുപോലെ സീ ടർട്ടിൽസ്, അതുപോലെ തന്നെ ഫ്രോഗ്സ്, സലമാൻഡേഴ്സ്. ഇതൊക്കെ ടെട്രാപോഡയ്ക്ക് എക്സാമ്പിൾസ് ആണ്. അപ്പോൾ നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് ഇവരെ കുറിച്ച് പഠിക്കാം. ഇവരുടെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഇവർക്ക് 4 limbs ആണുള്ളത്. ഇവരുടെ ആൻസസ്റ്റേഴ്സ് അതുപോലെ 4 limbs ഉള്ളവരായിരുന്നു. അതുപോലെ തന്നെ ഇതിനകത്ത് വരുന്ന ചില എക്സാമ്പിളുകളും ഉണ്ട്, സിസിലിയൻസും സീറ്റേഷ്യൻസും. അപ്പോൾ ഈ സിസിലിയൻസും സീറ്റേഷ്യൻസും ഇതിൽ വരാനുള്ള കാരണം, ഇവരെ നമ്മൾ ലിംബിലസ് ആംഫിബിയൻസ് എന്നാണ് പറയുന്നത്. നമ്മൾ നേരത്തെ പറഞ്ഞു ടെട്രാപോഡ എന്ന് പറയുമ്പോൾ അതിനകത്ത് വരുന്ന ക്ലാസ്സുകളാണ് ആംഫിബിയ, റെപ്റ്റീലിയ, ഏവ്സ്, മാമേലിയ. അപ്പോൾ ടെട്രാപോഡയിൽ ആംഫിബിയയിൽ വരുന്ന ചില സ്പീഷീസുകളാണ് ഈ ലിംബിലസ് ആയിട്ടുള്ള ഓർഗാനിസംസ്. സിസിലിയൻസും സീറ്റേഷ്യൻസും ഒക്കെ ഇതിൽ വരുന്ന എക്സാമ്പിളുകളാണ്. അപ്പോൾ ഇവരെ കുറിച്ച് കൂടുതലായിട്ടുള്ള എവിഡൻസ് കിട്ടിയത് ഈ പറഞ്ഞ പോലെ നമുക്ക് ഇവരെ ഈ ഫോസിൽ എവിഡൻസിൽ നിന്നൊക്കെയാണ്. അപ്പോൾ ഇതാണ് നമ്മൾ പറഞ്ഞ സീറ്റേഷ്യൻസ്. അപ്പോൾ സീറ്റേഷ്യൻസ് ഒക്കെ ഈ പറഞ്ഞ നമ്മുടെ ടെട്രാപോഡയിൽ വരുന്ന എക്സാമ്പിളുകളാണ്. അപ്പോൾ സ്മോളസ്റ്റ് ലിവിങ് ടെട്രാപോഡ് എന്ന് പറയുമ്പോൾ നമുക്ക് നോക്കാം. സ്മോളസ്റ്റ് ലിവിങ് ടെട്രാപോഡ് എന്ന് പറയുന്നത് പിഡോഫൈറിൻ ഫ്രോഗ് ആണ്. 8 mm മാത്രമാണ് ഇതിൻ്റെ ലെങ്ത്.
അപ്പോൾ ഇതാണ് ഏറ്റവും ചെറുതായിട്ടുള്ള, ഏറ്റവും സ്മോളസ്റ്റ് ആയിട്ടുള്ള ലിവിങ് ടെട്രാപോഡ് എന്ന് പറയുന്നത്. ലാർജസ്റ്റ് ലിവിങ് ടെട്രാപോഡ് എന്ന് പറയുന്നത് ബ്ലൂ വെയിലാണ്. 30 മീറ്റർ വരെ നീളം കാണും. ഒക്കുപ്പൈ എ വൈഡ് വെറൈറ്റി ഓഫ് ടെറസ്ട്രിയൽ ഹാബിറ്റാറ്റ്സ്. അപ്പോൾ ഇതിൻ്റെ പ്രത്യേകത, ഇത് വെള്ളത്തിലാണ്, പക്ഷേ കൂടുതലും ടെറസ്ട്രിയൽ ഹാബിറ്റാറ്റ്സ് ഇത് കാണിക്കുന്നുണ്ട്. അപ്പോൾ ഇതാണ് ബ്ലൂ വെയിൽ, ഏകദേശം 30 മീറ്റർ ഉണ്ട്. ഇതാണ് ലാർജസ്റ്റ് ആയിട്ട് വരുന്നത്. അപ്പം നമുക്ക് നോക്കാം, ഇവർ ഫോറസ്റ്റിൽ, ഗ്രാസ് ലാൻഡിൽ, സ്ക്രബ് ലാൻഡിൽ, മൗണ്ടെയിൻസ്, പോളർ ഹാബിറ്റ്സിലൊക്കെ ഇവരെ നമുക്ക് കാണാം. ഇവരുടെ പ്രത്യേകത, ന്യൂമറസ് ഗ്രൂപ്പ്സ് ഹാവ് ഇവോൾവ്ഡ് ടു ലിവ് ഇൻ അക്വാട്ടിക് ഹാബിറ്റാറ്റ്സ്. ഏറ്റവും കൂടുതൽ ടെട്രാപോഡ് അക്വാട്ടിക് ഹാബിറ്റാറ്റ്സിലാണ് ജീവിക്കാൻ സാഹചര്യം അനുസരിച്ചുള്ള അഡാപ്റ്റേഷൻസ് ആണ് ഇവർക്കുള്ളത്. കൂടാതെ ഇവരുടെ അക്വാട്ടിക് ഹാബിറ്റാറ്റ്സ് അനുസരിച്ച് തന്നെ ചിലരുടെ ലൈഫ് സൈക്കിളും അങ്ങനെ അതിന് യോജിച്ച രീതിയിലുള്ളതാണ്. അപ്പം അതിന് ഒരു അടുത്ത എക്സാമ്പിൾസ് ആണ് ഓട്ടർ, സീ ടർട്ടിൽസ്, സലമാൻഡേഴ്സ് ഒക്കെ ഇതിനകത്ത് വരുന്നവരാണ്. ഇനി നമുക്ക് വിശദമായിട്ട് ക്ലാസ് ആംഫിബിയയിലോട്ട് പോകാം. ഫസ്റ്റ് കോൾഡ് ബ്ലഡഡ് ടെട്രാപോഡ് വെർട്ടിബ്രേ ആണ് ആംഫിബിയയിൽ വരുന്നത്. ടു അറ്റംപ്റ്റ് ചേഞ്ച് ഫ്രം അക്വാട്ടിക് മോഡ് ടു ലാൻഡ് മോഡ്. അപ്പോൾ ഇവരാണ് അക്വാട്ടിക്കിൽ നിന്ന് ലാൻഡിലോട്ട് പോകാനുള്ള അഡാപ്റ്റേഷൻസ് നേടിയെടുത്ത ഒരു ഫസ്റ്റ് കോൾഡ് ബ്ലഡഡ് ടെട്രാപോഡ് എന്ന് പറയുന്നത്. ഇവോൾവ്ഡ് ഫ്രം ദ ഓസ്റ്റിയോലിപ്പിഡ് ഫിഷസ് ഡ്യൂറിങ് ഡിവോണിയൻ പീരിയഡ്. അപ്പോൾ പരിണാമ സിദ്ധാന്തം പ്രകാരം ഈ ആംഫിബിയൻസ് ഉണ്ടായതെന്ന് പറയപ്പെടുന്നത് ഓസ്റ്റിയോലെപ്പിഡ് എന്ന് പറഞ്ഞൊരു തരം ഫിഷസ് ഉണ്ട്. ഈ ഫിഷസ് ഡിവോണിയൻ പീരിയഡ്സിലുള്ള ഈ ഫിഷിൽ എവല്യൂഷൻ നടന്നാണ് ഈ പറഞ്ഞ ഗ്രൂപ്പ് ഉണ്ടായെന്നാണ് പറയപ്പെടുന്നത്. ദിസ് ആർ ദ ഫോംഡ് എ ഡൊമിനന്റ് ഗ്രൂപ്പ് ഡ്യൂറിങ് കാർബോണിഫറസ് പീരീഡ്. പിന്നീട് ഇവർ കാർബോണിഫറസ് പീരീഡിൽ വളരെ ഡൊമിനന്റ് ആയിട്ടുള്ള ഗ്രൂപ്പുകളായിട്ടാണ് കാണപ്പെട്ടത്. അപ്പോൾ ഇതാണ് നമ്മുടെ ഓസ്റ്റിയോലിപ്പിഡ് ഫിഷസ് എന്ന് വിളിക്കുന്ന ഈ ഫിഷസ്. അപ്പോൾ ഇതാണ് നമ്മുടെ ഡിവോണിയൻ പീരീഡ്. നോക്കിക്കഴിഞ്ഞാൽ ഈ പീരിയഡ്സിൽ വരുന്ന ഓൾഡർ ആയിട്ടുള്ള പീരിയഡ്സ് ആണിത്. ഇതിൽ നിന്ന് യങ്ങർ പീരിയഡ്സിലോട്ട് നമ്മൾ പോകുമ്പോൾ സിനോസോയിക് എറയൊക്കെ വരും. ആ സമയത്ത് കൂടുതലായിട്ട് കാണപ്പെട്ടിരുന്നവരാണ് ഇവരെന്നാണ് എവല്യൂഷൻ പറയപ്പെടുന്നത്. അപ്പോൾ ഇതൊക്കെ അന്നത്തെ ആ ഒരു സിറ്റുവേഷൻ ചിത്രകാരൻ്റെ ഭാവനയിൽ വരച്ച പിക്ചേഴ്സ് ആണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. അപ്പോൾ ഇക്തിയോസ്റ്റീഗ എന്ന് പറഞ്ഞ ഇതൊരു നമ്മുടെ ആംഫീബിയൻ്റെ ഒരു മുൻഗാമി എന്നൊക്കെ നമുക്ക് പറയാം. അതുപോലെ തന്നെ ഇവരുടെ പ്രത്യേകത നമ്മൾ വീണ്ടും എടുത്ത് പറയുകയാണെങ്കിൽ ഇവർ കോൾഡ് ബ്ലഡഡ് ആണ്, ബ്രീഡ് ആൻഡ് ഡെവലപ്പ് ഇൻ ഫ്രഷ് വാട്ടർ, അഡൾട്ട് ഈസ് ടെറസ്ട്രിയൽ ഓർ പാർട്ട്ലി അക്വാട്ടിക്, സ്കിൻ മോയിസ്റ്റ് ആൻഡ് ഗ്ലാൻഡുലർ ആണ്, ഇവരുടെ എക്സോസ്കെലിറ്റൻ ആബ്സെന്റ് ആണ്. അപ്പോൾ ഇതിനകത്ത് വരുന്ന ഒരു ഗ്രൂപ്പാണ് ഏപ്പോഡ. ഏപ്പോഡ ആകുമ്പോൾ അവർക്ക് കൺസീൽഡ് ഡെർമൽ സ്കെയിൽസ് ആണ്. 2 pairs ഓഫ് പെൻറ്റാഡക്റ്റൈൽ ലിംസ് ഉണ്ട്. ചിലർക്ക് ഡിജിറ്റൽ ക്ലൗലെസ് ആണ്. ഇവരുടെ ഡിജിറ്റ് നോക്കിക്കഴിഞ്ഞാൽ അതിനകത്ത് നഖങ്ങളൊന്നുമില്ല. അതിൽ ഏപ്പോഡ എന്ന് പറഞ്ഞ സ്പീഷീസിന് ലിംബ് ആബ്സെന്റ് ആണ്. ഇവരുടെ സ്കള്ള് ഡൈക്കോണ്ടിലിക്കാണ്. അപ്പോൾ ഇതാണ് ഏപ്പോഡ. ലിംബിലസ് ആംഫിബിയൻസിന് എക്സാമ്പിൾ ആണ്. അപ്പം ഇതൊക്കെ ഇവിടെ കാണിച്ചത് ഇത്രയും വെറൈറ്റീസ് ഓഫ് സ്പീഷ്യസ് ഓർഗാനിസംസ് നമുക്ക് കരയിലാണോ വെള്ളത്തിലാണോ എവിടെ അത്രയ്ക്കൊരു മിക്സിംഗ് ആയിട്ടുള്ള ക്യാരക്ടറിസ്റ്റിക് ഫീച്ചർ സിമിലാരിറ്റീസ് ഒക്കെ ഇവർ കാണിച്ചിരുന്നു എന്നുള്ളതാണ്. ഇപ്പം നമ്മൾ ടെട്രാപോഡ എന്ന് പറഞ്ഞപ്പോൾ അതിനകത്ത് നിരവധി ഓർഗാനിസത്തെ നമ്മൾ കണ്ടു. വെയിൽസ് ഉൾപ്പെടെ ഉള്ള ഡോൾഫിൻ, വാൾറസ്, അങ്ങനെ നിരവധി ഓർഗാനിസത്തെ നമ്മൾ കണ്ടു. ഇപ്പോൾ ടെട്രാപോഡയെ തന്നെ നമ്മൾ ആംഫിബിയ, റെപ്റ്റൈലിയ, ഏവ്സ്, മമേലിയ എന്ന് പറഞ്ഞ് പല ക്ലാസ്സുകളായിട്ട് തന്നെ തിരിച്ചു. അതിൽ ആംഫിബിയൻസിൽ തന്നെ ലിംബിലസ് ആയിട്ടുള്ള ഒരു ഓർഗാനിസമാണ് ഈ ഏപ്പോഡ. അപ്പം നമ്മൾ നേരത്തെ പറഞ്ഞു ഡെർമൽ സ്കെയിൽസ് ഇവരുടെ ഒരു ഫീച്ചേഴ്സാണ് നമ്മൾ പറഞ്ഞു. അപ്പോൾ ഇതിനകത്ത് നിങ്ങൾ പഠിക്കുന്ന മറ്റൊരു എക്സാമ്പിൾ ആംഫിബിയ, നമ്മുടെ മോഡൽ ഓർഗാനിസമായിട്ട് നമ്മൾ പഠിക്കുന്ന ഒരു ഫ്രോഗ് നിങ്ങൾക്ക് ടൈപ്പ് മോഡലായിട്ട് പഠിക്കാനുള്ള ഇതാണ്. അപ്പോൾ ഇവരുടെ പ്രത്യേകത നമുക്ക് നോക്കാം. നമ്മൾ പറഞ്ഞു ഇവർ കോൾഡ് ബ്ലഡഡ് ആണ്, പോയിക്കിലോതെർമിക് വെർട്ടിബ്രേറ്റ് ആണെന്ന് പറഞ്ഞു. ഇവർ ഫ്രഷ് വാട്ടർ വേണം ഇവരുടെ ബ്രീഡിങ്ങിനും ഡെവലപ്മെൻറ്റിനും. അവർക്ക് സ്കിന്ന് മോയിസ്റ്റും ഗ്ലാൻഡുലാർ ആണെന്ന് പറഞ്ഞു. അതുപോലെ ഇവരുടെ ഒരു പ്രധാന ഫീച്ചേഴ്സാണ് ഇവരുടെ വെർട്ടിബ്രൽ കോളത്തിൻ്റെ ഘടന. ഇവരുടെ വെർട്ടിബ്ര എടുത്തു കഴിഞ്ഞാൽ നമുക്കതിനെ പലതായിട്ട് വെർട്ടിബ്രയെ തിരിക്കാം. അതിൻ്റെ സെൻറ്ററിലുള്ള അവരുടെ വെർട്ടിബ്രയുടെ ഷേപ്പ് അനുസരിച്ച്, സെൻട്ര എന്ന് പറഞ്ഞാൽ ഇവിടെയുള്ള സെൻട്രം, ഇതനുസരിച്ച് നമുക്ക് തരംതിരിക്കാം. അതിനെ 5ആയിട്ട് തരംതിരിക്കാം. ആംഫിസീലസ്, പ്രോസീലസ്, ഒപ്പിസ്തോസീലസ്, ഹെട്രോസീലസ് ആൻഡ് ഏസീലസ്. അപ്പോൾ നമുക്ക് ഈ പറഞ്ഞ ക്ലാസ് ആംഫിബിയയിലുള്ളവർക്ക് പല ടൈപ്പിലുള്ള വെർട്ടിബ്രൽ ഫീച്ചേഴ്സ് ഉള്ളവരും ഇതിനകത്തുണ്ട്. ചിലർക്ക് പ്രോസീലസ് ആണ്. പ്രോസീലസ് എന്ന് പറയുമ്പോഴത്തേക്ക് അവരുടെ
ഇവരുടെ സെൻട്രത്തിൻ്റെ പോസ്റ്റീരിയർ ആൻറ്റീരിയർ എൻഡ് കോൺകേവും അതുപോലെ തന്നെ പോസ്റ്റീരിയർ എൻഡ് കോൺവെക്സുമാണ്. അപ്പം അതാണ് പ്രോസീലസ് എന്ന് പറഞ്ഞത്. അപ്പോൾ ഇവരിൽ പ്രോസീലസ് ആയിട്ടുള്ള വെർട്ടിബ്ര ഉള്ള സ്പീഷ്യസുകൾ കാണപ്പെടുന്നുണ്ട്. ചിലർക്ക് ആംഫിസീലസ് ആണ്, ബോത്ത് സൈഡും കോൺകേവ് ആയിട്ട് നമുക്ക് കാണാം, ഇങ്ങനെ കുഴി രണ്ട് സൈഡും. അതിൻ്റെ ആൻറ്റീരിയർ പോസ്റ്റീരിയർ പാർട്ട് ഡിപ്രസ്ഡ് ആയിട്ട് ഇരിക്കുന്നതായിട്ട് നമുക്ക് കാണാം. അതുപോലെ ചിലരിലാണെങ്കിൽ ഒപ്പിസ്തോ സീലസ് ആണ്, കോൺകേവ് ആണ്, ആൻറ്റീരിയർ സെൻട്രത്തിൻ്റെ ആൻറ്റീരിയർ മുൻഭാഗം കോൺകേവ് ആയിട്ട് നമുക്ക് കാണാം. അതുപോലെ തന്നെ ചില ആൻറ്റീരിയർ എൻഡ് കോൺകേവും അതിൻ്റെ പോസ്റ്റീരിയർ എൻഡ് കോൺവെക്സും സെൻട്രം ഫ്ലാറ്റ് അല്ലെങ്കിൽ കോൺവെക്സ് ആയിരിക്കും, പോസ്റ്റീരിയർ എൻഡ് കോൺകേവ് ആയിട്ടിരിക്കുന്ന കാണാം. ഇതാണ് ഇവിടെ ഇതായി കൊടുത്തിട്ടുണ്ട്. ഇത് നിങ്ങൾ ഈ പിക്ചേഴ്സ് നോക്കിയാൽ നമുക്ക് കാണാൻ കഴിയും. അപ്പോൾ ഇങ്ങനെയൊക്കെ ഉള്ള ചില പ്രത്യേകതകളാണ് ഈ ഒപ്പിസ്തോസീലസ് വെർട്ടിബ്ര. അപ്പോൾ ഈ ടൈപ്പ് വെർട്ടിബ്ര ഉള്ളവരും ഈ കൂട്ടത്തിലുണ്ടായിരുന്നു. അതുകൊണ്ട് നമുക്ക് പറയാം വെർട്ടിബ്ര പ്രോസീലസ് ആയിരുന്നു, ചിലർക്ക് ആംഫിസീലസ് ആണ്, ചിലർക്ക് ഒപ്പിസ്തോസീലസ്. ഇങ്ങനെയുള്ള വെർട്ടിബ്ര ഇവരുടെ ഒരു ഫീച്ചർ ആയിരുന്നു. ഇവരുടെ റെസ്പിറേറ്ററി ഓർഗൻ എന്ന് പറയുമ്പോൾ ടെറസ്ട്രിയൽ ആണെങ്കിൽ അഡൾട്ട്സിൽ സ്കിന്നും ലങ്സും ബക്കൽ ലൈനിങ് ഒക്കെയാണ്. ഇവർ അക്വാട്ടിക് ലാർവ എന്ന് പറയുമ്പോൾ ഗിൽസ് ആണ് ഇവരുടെ റെസ്പിറേറ്ററി ഓർഗൻ. ഇവരുടെ ഹേർട്ട് 3 ചേമ്പേർഡ് ആണ്, 2 ഏട്രിയയും 1 വെൻട്രിക്കിളും ഉണ്ട്. 3 പെയർ ഓഫ് അയോട്ടിക് ആർച്ചസ് ഇവരുടെ പ്രത്യേകതയാണ്. അത് കരോട്ടിഡ്, സിസ്റ്റമിക്കും പൾമണറി പൾമോ കുട്ടേനിയസും ആണ്. ഇവരുടെ നോസ്ട്രിൽസ് ബക്കൽ ക്യാവിറ്റിയിലോട്ട് ഓപ്പൺ ചെയ്തിരിക്കുന്നു. ഇവർക്ക് എക്സ്റ്റേണൽ ഇയർ ആബ്സെന്റ് ആണ്. ഇതാണ് ഇവരുടെ ബക്കൽ ലൈനിങ്. അപ്പോൾ നമ്മൾ പറഞ്ഞു ഇവർക്ക് സാധാരണ ഹേർട്ടിന് 3 ചേമ്പേർഡാണുള്ളത്, 2 ഓറിക്കിള്, അതുപോലെ 1 വെൻട്രിക്കിൾ. ഇതായിരുന്നു ഇവരുടെ ഹേർട്ടിന് 3 ചേമ്പേർഡ് എന്ന് നമുക്ക് പറയുന്നത്. അതുപോലെ തന്നെ ഇവർക്ക് അയോട്ടിക് ആർച്ചസ് ഉണ്ടെന്ന് പറഞ്ഞു. അതിൽ പ്രധാനമായിട്ട് പൾമോ കുട്ടേനിയസ് ആർച്ച്, സിസ്റ്റമിക് ആർച്ച്, കരോട്ടിഡ് ആർച്ച്, അങ്ങനെ 3 ജോഡി ആർച്ചസ് ഇവരുടെ ഒരു പ്രത്യേകതയാണ്. അതുപോലെ ഇവരുടെ മിഡിൽ ഇയറിൽ ടിംപാനം ഉണ്ട്, ഇയർ ഡ്രം പ്രസന്റ് ആണ്, ഈസ്റ്റേഷ്യൻ ട്യൂബ് പ്രസന്റ് ആണ്, കോളുമെല്ല ഓറിസ് എന്ന് പറഞ്ഞൊരു സ്ട്രക്ചർ ഇവർക്ക് ഉണ്ട്. അതുപോലെ ഇവരുടെ കിഡ്നി മീസോനെഫ്രിക് ആണ്, ലാർജ് യൂറിനറി ബ്ലാഡർ ആണ്. ആംഫിബിയൻസ് ആർ യൂറിയോടെലിക് ആണ്, ഇവരുടെ യൂറിയ ആയിട്ടാണ് ഇവരിവിടെ എക്സ്ക്രീഷൻ നടത്തുന്നത്. ഇവരുടെ മൗത്ത് ലാർജ് ആണ്. അപ്പർ ലോവർ ജോസിൽ ഹോമോഡോണ്ടായിട്ടാണ് ടീത്തുകൾ കാണപ്പെടുന്നത്. ഇവരുടെ ടങ് പ്രൊട്രൂസിബിൾ ആണ്. ഇവർ എഗ്ഗ് ഫ്രഷ് വാട്ടറിൽ മോയിസ്റ്റ് പ്ലേസസിലാണ് ലേ ചെയ്യുന്നത്. ഇവരുടെ എഗ്ഗിനെ കവർ ചെയ്തുകൊണ്ട് ഒരു ജെലാറ്റിനസ് മെറ്റീരിയൽ കൂടെ കാണപ്പെടുന്നുണ്ട്. അപ്പോൾ ഇതാണ് ടിംപാനിക് മെമ്പറൈൻ, ഇയർ ഡ്രം അത് ഇവർക്ക് ഉണ്ട്. എക്സ്റ്റേണൽ ഇയർ ഇവർക്ക് ആബ്സെന്റ് ആണ്. അതുപോലെ തന്നെ കോളുമെല്ല എന്ന് പറഞ്ഞൊരു സ്ട്രക്ചർ ഇവരുടെ ഒരു പ്രത്യേകതയാണ്. അതുപോലെ തന്നെ നമ്മൾ പറഞ്ഞ ഹയോ മാൻഡിബുലാർ കാർട്ടിലേജ് ഷാർക്കിനൊക്കെ കാണുന്ന, അപ്പോൾ ടെട്രാപോഡയിലുള്ള ഈ ഒരു ക്യാരക്ടറിസ്റ്റിക് ഫീച്ചർ ഇവരിൽ കാണപ്പെടുന്നുണ്ട്. അതുപോലെ തന്നെ ഇവർക്ക് മാക്സിലറി ടീത്ത്, ഒരേ നിരയിലുള്ള പല്ലുകളും, ഇത് കൂടാതെ വൊമറൈൻ ടീത്തും ഇവരുടെ ഒരു സ്പെഷ്യൽ ഫീച്ചർ ആയിരുന്നു. കൂടാതെ തന്നെ ഇതാണ് ഇവരുടെ എഗ്ഗ്, മാസ് ഓഫ് എഗ്ഗ് ലേ ചെയ്യും. ആ എഗ്ഗിനെ പ്രൊട്ടക്ട് ചെയ്യാനായിട്ട് ഒരു ജെലാറ്റിനസ് സബ്സ്റ്റൻസ്, ഒരു ഫോം ഇതിൻ്റെ പുറത്ത് പ്രൊഡ്യൂസ് ചെയ്ത് വെക്കാറുണ്ട്. അത് വളരെ ബിറ്റർനെസ് ഉള്ളൊരു ഫോമാണ്. അല്ലെങ്കിൽ എന്താണ്, മറ്റ് ജീവികൾ പ്രേ പ്രെഡേറ്ററൊക്കെ വന്നിട്ട് ഇവരെ എന്ത് ചെയ്യും, പ്രെഡേറ്റേഴ്സ് വന്ന് അല്ലെങ്കിൽ എല്ലാം കഴിച്ചു കൊണ്ടുപോകും. അപ്പോൾ അതിൽ നിന്ന് പ്രൊട്ടക്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു ജെലാറ്റിനസ് സബ്സ്റ്റൻസ് ഇതിൻ്റെ പുറത്ത് അവർ പ്രൊഡ്യൂസ് ചെയ്യുന്നത്. അപ്പോൾ ഇതിൻ്റെ ക്ലാസിഫിക്കേഷൻ പറയുകയാണെങ്കിൽ നമുക്കറിയാം, നമ്മുടെ ക്ലാസ് ആംഫിബിയയെ 6 ഓർഡറായിട്ടാണ് ക്ലാസിഫൈ ചെയ്തിട്ടുള്ളത്. അതിൽ 3 എണ്ണം എക്സ്റ്റിങ്ക്റ്റ് ആണ്, ഇപ്പം നിലവിലില്ല. അപ്പോൾ അതിനകത്ത് ഇങ്ങനെ എക്സ്റ്റിങ്ക്റ്റ് ആയി പോയവരാണ് ലേബരിന്തോഡോൺഷ്യ എന്ന് പറഞ്ഞ ഒരാളാണ്, സ്റ്റീഗോസെഫാലിയ അതാണ് ഏറ്റവും എക്സാമ്പിൾ. പിന്നെ ഫില്ലോ സ്പോണ്ടൈലി, അതുപോലെ തന്നെ ഒന്നാണ് ലെപ്പോ സ്പോണ്ടൈലി. അപ്പോൾ ഈ 3ഉം എക്സ്റ്റിങ്ക്റ്റ് ആയി നിലവിൽ ഇപ്പോൾ ഇല്ല. മറ്റ് ഓർഡറുകൾ മാത്രമേ നമുക്ക് പഠിക്കാനുള്ളൂ. അപ്പോൾ ഇതാണ് ഫില്ലോ സ്പോണ്ടൈലി. ഇപ്പോൾ ഇവർ ഇല്ല എന്നുള്ളതിന് തെളിവ് ഫോസിൽ എവിഡൻസിൽ നിന്നാണ് നമുക്ക് കിട്ടിയത്. പിന്നെ എന്താണ് ലെപ്പോ സ്പോണ്ടൈലി, മാക്രോസോറി. അപ്പോൾ ഇതൊക്കെ ഇപ്പോൾ നിലവിൽ ഇല്ല എന്നുള്ളതാണ്. ഇനി നമുക്ക് ആകെ ഉള്ള ഒരു 3 ക്ലാസ് നമുക്ക് നോക്കാം, 6 ക്ലാസ്സിൽ. അതാണ് ജിംനോഫോണിയ 1, അതിന് അല്ലെങ്കിൽ ഏപ്പോഡ അല്ലെങ്കിൽ സിസിലിയൻസ് എന്നറിയപ്പെടുന്നു. അടുത്തതാണ് യൂറോഡീല എന്നറിയപ്പെടുന്ന കോഡേറ്റ. അടുത്താണ് ആനൂര എന്നറിയപ്പെടുന്ന സലൻഷ്യ അല്ലെങ്കിൽ ബട്രേഷ്യ എന്ന് പറഞ്ഞ ഈ 3 ഓർഡർ മാത്രമേ ഇപ്പോൾ നിലവിലുള്ളൂ. അപ്പം നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് നോക്കാം. ഏപ്പോഡയെ കുറിച്ച് നോക്കാം.
Order Apoda, found in tropical and subtropical regions of Asia, Africa and America. അപ്പോൾ ഏപ്പോടെ നമുക്ക് പ്രിമിറ്റീവ് ബറോയിങ് ഓർഗാനിസംസ് ആണ് ഇവർക്ക് ലിംബും ലിംബ് ബോൺസും ഗേർഡിൽസ് ഒക്കെ ആബ്സെന്റ് ആണ്. ഐസ് ആർ റുഡിമെന്ററി ആൻഡ് നോൺ ഫങ്ഷണൽ. കണ്ണുണ്ടെന്നേ ഉള്ളൂ, പക്ഷെ കണ്ണ് ഫങ്ഷൻ അല്ല. അതുകൊണ്ട് തന്നെ ഇവരെ അറിയപ്പെടുന്ന പേര് ബ്ലൈൻഡ് വേംസ് എന്നാണ്. ഐസ് ആർ കൺസീൽഡ് ബൈ സ്കിൻ ഓർ കവേർഡ് ബൈ മാക്സിലറി ബോൺസ്. ഇവരുടെ കണ്ണ് ഒരുതരം സ്കിന്ന് വെച്ച് കവർ ചെയ്തിരിക്കുകയാണ്. സ്കിൻ ട്രാൻസ്വേഴ്സ്ലി വ്രിങ്കിൾഡ് ഓർ ഗ്രൂവ്. ഇവരുടെ സ്കിന്ന് വട്ടത്തിൽ മടങ്ങി ഇങ്ങനെ ചുരുണ്ടിരിക്കുന്നത് കാണാം. മൈന്യൂട്ട് ഡെർമൽ സ്കെയിൽസ് ആർ എംബഡഡ് ഇൻ ദ ഗ്രൂവ്സ്. ഈ ഗ്രൂവ്സിൽ ചെറിയ ചെറിയ മൈന്യൂട്ട് ആയിട്ടുള്ള സ്കെയിൽസ് ഉള്ളതായിട്ട് നമുക്ക് കാണാൻ കഴിയും. അപ്പോൾ നമുക്ക് നോക്കാം, ഇതാണ് ഇവരുടെ ഇതാണ് ഇവരുടെ ആ ഒരു സ്ട്രക്ചർ. ഇങ്ങനെ ഡെർമൽ സ്കെയിൽസ് ഈ മൈന്യൂട്ട് മടക്കിൽ കാണപ്പെടുന്നുണ്ട്. നിറച്ച് വ്രിങ്കിൾസ് അല്ലെങ്കിൽ ഗ്രൂവ്സ് ബോഡിയിലുള്ളതായിട്ട് നമുക്ക് കാണാം. ഇതാണ് നമ്മൾ പറഞ്ഞ ഏപ്പോഡ അല്ലെങ്കിൽ ബ്ലൈൻഡ് വേം. ഇതാണ് ഇവരുടെ ഐ. കണ്ണുണ്ടെന്നേ ഉള്ളൂ, പക്ഷെ റുഡിമെന്ററി ഇൻ ഫങ്ഷൻ ആണ്. ഒരു സ്കിന്ന് കൊണ്ട് കവർ ചെയ്തിരിക്കുന്നതായിട്ട് കാണാം. ഇവർക്കൊരു ഡെർമൽ സ്കെയിൽസ് പ്രസന്റ് ആണ് ചില സിസിലിയൻസിന്. ഇനി ഇവരുടെ ഒരു പ്രത്യേകത, സെൻസറി ടെൻഡക്കിൾ ഈസ് ഫൗണ്ട് ബിറ്റ്വീൻ ദ ഐ ആൻഡ് നോസ്ട്രിൽസ്. കണ്ണിനും നോസ്ട്രിൽസിനും, ഇതാണ് നോസ്ട്രില്, ഇത് കണ്ണ്, ഇതിനിടയ്ക്കായിട്ട് ഒരു സെൻസറി ടെൻഡക്കിൾ ഉള്ളതായിട്ട് കാണാം. ടെയിൽ ഷോർട്ട് ഓർ ആബ്സെന്റ്. ടെയിൽ വളരെ ഷോർട്ടും ആബ്സെന്റും ആണ്. ബോത്ത് ജോ പൊസസ് ന്യൂമറസ് ടീത്ത്. അത് കണ്ടാൽ തന്നെ അറിയാം, രണ്ട് ജോസിലും ന്യൂമറസ് ടീത്തുകൾ ഉള്ളതായിട്ട് നമുക്ക് കാണാൻ കഴിയും. കൂടാതെ ഇവർക്ക് 2 ജോഡി അയോട്ടിക് ആർച്ചസ് ഉണ്ട്. സിസ്റ്റമിക് ആർച്ചിലാണ് ബ്ലഡ് സപ്ലൈ ചെയ്യുന്നത് മറ്റ് ബോഡി പാർട്സിലോട്ട്. പൾമണറി ആർച്ച് സപ്ലൈ ചെയ്യും ബ്ലഡ് ലങ്സിലോട്ട് ഓക്സിജനേഷന് വേണ്ടി. ഈ ബ്ലഡ് ആർച്ചസിനെ, സിസ്റ്റമിക്കിനെയും പൾമണറിയെയും കണക്ട് ചെയ്യുന്ന ഒരു ബ്ലഡ് വെസൽ ഉണ്ട്. അതിന് ഡക്ടസ് ബൊട്ടാലി എന്നാണ് അറിയപ്പെടുന്നത്. മെയിൽ ഹാസ് എ കോപ്പുലേറ്ററി ഓർഗൻ. മെയിൽസിന് ഒരു കോപ്പുലേറ്ററി ഓർഗൻ ഉണ്ട്. നോട്ടോകോഡ് പെർസിസ്റ്റന്റ് ആണ്. അതുപോലെ തന്നെ സ്കള്ളി സോളിഡ് ആൻഡ് കോമ്പാക്ട് വിത്ത് ബോണി റൂഫ് ആണ്. അതുപോലെ തന്നെ ഇവരുടെ പ്രത്യേകത, വെർട്ടിബ്രേ ആംഫിസിലസ് ആണ്. നമ്മൾ നേരത്തെ ആംഫിസിലസ് വെർട്ടിബ്രേ എന്താണെന്ന് കണ്ടിരുന്നു. സ്യൂഡോ സെൻട്രസുമാണ്. അപ്പോൾ ഇവർക്ക് സിസ്റ്റമിക് സർക്കുലേഷൻ ആണ്. സിസ്റ്റമിക് സർക്കുലേഷൻ ക്യാരീസ് ഓക്സിജനേറ്റഡ് ബ്ലഡ് away from heart to the body and returns the oxygenated blood back to the heart. അപ്പോൾ ഇങ്ങനെ ഒരു സിസ്റ്റമാറ്റിക് ആയിട്ടുള്ള ഒരു സർക്കുലേഷൻ ആണ് ഇവരിൽ കാണപ്പെടുന്നത്. അപ്പോൾ ആംഫിബിയൻസിലാണെങ്കിൽ നോക്കിക്കേ, ഇവർക്ക് പൾമോ ക്യൂട്ടേനിയസ് സർക്യൂട്ട് ആണ് ഉള്ളത്. നമ്മൾ നേരത്തെ പറഞ്ഞു 3 ഇതാണ് ചേമ്പേഴ്സ് ആണ് ഉള്ളതെന്ന് നമ്മൾ പറഞ്ഞു. 2 ഓറിക്കിളും 1 വെൻട്രിക്കിളുമാണ്. അപ്പോൾ അവിടെ നടക്കുന്നത് ഈ പൾമോ ക്യൂട്ടേനിയസ് സർക്കുലേഷൻ ആണ്. അപ്പോൾ ഇവരുടെ സ്കള്ള് ഡൈക്കോണ്ടിലിക്കാന്ന് നമ്മൾ പറഞ്ഞിരുന്നു. അതുപോലെ തന്നെ ഇവരുടെ നേരത്തെ നമ്മൾ പറഞ്ഞു ഇവരുടെ വെർട്ടിബ്ര ഒപ്പിസ്തോസീലസ് ആണ്, പ്രോസീലസ് ആണെന്നൊക്കെ നമ്മൾ പറഞ്ഞിരുന്നു. ഇവിടെ സെൻട്രം അകത്തോട്ട് കുഴിഞ്ഞിരിക്കുകയാണ്. ആന്റീരിയർ പാർട്ട് കോൺകേവ് ആയിട്ടിരിക്കുന്നതായിട്ട് നമുക്ക് കാണാം. അപ്പം ഇങ്ങനെയുള്ളത് പ്രോസിലസ് വെർട്ടിബ്രേ ആണ്. അതാണ് ഇവരുടെ ഒരു പ്രത്യേകത. ഇനി ഇവരുടെ റിബ്സ് ആണെങ്കിൽ ലോങ് ആണ്. റൈറ്റ് ലങ് ഈസ് ലാർജർ ദാൻ ലെഫ്റ്റ്. ലാർവെ ഹാസ് 3 pairs ഓഫ് എക്സ്റ്റേണൽ ഗിൽസ്. ഫെർട്ടിലൈസേഷൻ ഇന്റേണൽ ആണ്. ഫീമെയിൽസ് എക്സിബിറ്റ് പാരന്റൽ കെയർ. The development is direct or indirect. Larval stage present in oviparous form. It is absent in ovoviviparous forms. അപ്പോൾ മുട്ട ഇടുന്ന ഈ സ്പീഷീസുകളിലൊക്കെ ലാർവൽ സ്റ്റേജ് ഉണ്ട്. എന്നാൽ അല്ലാതെ ഉള്ള സ്പീഷീസുകൾക്ക്, കുഞ്ഞുങ്ങളെ ബർത്ത് ചെയ്യുന്നവർക്ക് അങ്ങനെ ഈ പറഞ്ഞ ലാർവൽ സ്റ്റേജ് ആബ്സെന്റ് ആണ്. അപ്പോൾ ഈ ഏപ്പോഡ എന്ന് പറഞ്ഞ ഈ സിസിലിയൻസിന് ഒരു ബ്ലൈൻഡ് വേമിന് ഒരു പ്രത്യേകതയുണ്ട്. ഇവർ ഒരു ട്രാൻസ്പെറൻ്റ് ആയിട്ടുള്ള ഒരു ടാഗ് കൊണ്ട്, ഒരു ത്രെഡ് കൊണ്ട് ഇവരുടെ എഗ്ഗിനെ ഇങ്ങനെ കെട്ടിവെക്കും. അത് എഗ്ഗിനെ എനിമീസിൽ നിന്ന് പ്രൊട്ടക്റ്റ് ചെയ്യുന്നതിന് വേണ്ടിയിട്ടാണ്. അപ്പോൾ ഇനി നമുക്ക് ഇതിനകത്ത് പറയാനുള്ള രണ്ടാമത്തെ ഒരു എക്സാമ്പിൾ ആണ് നമ്മുടെ ജിംനോഫോണിയിൽ ഏപ്പോഡയിൽ വരുന്ന എക്സാമ്പിൾ ആണ് ഇക്തിയോഫിസ്. ഇക്തിയോഫിസ് ഉണ്ട്. അപ്പം നമുക്ക് ഇക്തിയോഫിസിന് കൂടാതെ തന്നെ യുറിയോ ടൈഫൈലസ് എന്ന് പറഞ്ഞൊരു സ്പീഷീസ് ഉണ്ട്. അതുപോലെ തന്നെ സൈഫോണോപ്പസ് എന്ന് പറഞ്ഞ സ്പീഷീസ് ഉണ്ട്. ഇതെല്ലാം
ജിംനോഫോണിയയിൽ വരുന്ന ലിംബിലസ് ആംഫീബിയൻ അല്ലെങ്കിൽ ബ്ലൈൻഡ് വേംസ് ആണ് ഇതെല്ലാം. ഇതൊക്കെ ഇതിന് എക്സാമ്പിൾസ് ആണ്. അപ്പോൾ നമുക്ക് നോക്കാം ഏപ്പോഡ ഈ പറഞ്ഞ ഇക്തിയോഫിസിന്റെ ക്യാരക്ടറിസ്റ്റിക് ഫീച്ചേഴ്സ് നമുക്ക് നോക്കാം. ഓക്കെ, അപ്പോൾ നമുക്ക് നോക്കാം ഈ ഇക്തിയോഫിസിന്റെ പ്രത്യേകത എന്തൊക്കെയാണെന്ന് നോക്കാം. ഇക്തിയോഫിസിനെ ലിംബിലസ് ആംഫീബിയ എന്നാണ് അറിയപ്പെടുന്നത്. ഇക്തിയോഫിസ് ബെഡോമിയാണ് സാധാരണ കാണപ്പെടുന്ന സ്പീഷ്യസ്. ഇത് ഇന്ത്യയിൽ കാണപ്പെടുന്നു. ഇതിനെ വിളിക്കുന്ന മറ്റൊരു പേരാണ് യെല്ലോ സ്ട്രൈപ്ഡ് സിസിലിയൻ അല്ലെങ്കിൽ ബെഡോം സിസിലിയൻ എന്നറിയപ്പെടുന്നു. ഇവരുടെ അഡൽട്ട് ഇലോങ്ങേറ്റഡ് ആണ്. ലെങ്ത് 17 മുതൽ 25 സെന്റിമീറ്റർ വരെയാണ്. ഹെഡ് ഡോസോ വെൻട്രലി ഫ്ലാറ്റൻഡ് ആണ്. ട്രങ്ക് സിലിണ്ടറിക്കൽ ആണ്. ഐസ് ഡിസ്റ്റിങ്ക്റ്റ് ആണ്. മൗത്ത് ഡൗൺവേർഡ് ഫേസിംഗ് ആണ്. ഇവർക്കൊരു സെൻസറി ടെൻറ്റക്കിൾ ഉണ്ട് കണ്ണിൻ്റെയും നോസ്ട്രിൽസിൻ്റെ ഇടയിലായിട്ട്. രണ്ട് വശങ്ങളിലും ഇത് റിട്രാക്ട് ചെയ്യും, ചലിച്ചുകൊണ്ടേ ഇരിക്കും ഇവർ മൂവ് ചെയ്യുമ്പോൾ. ടെയിൽ ഷോർട്ടാണ്. കോളുമെല്ല, ടിംബാനം, ടിംബാനിക് ക്യാവിറ്റി, ലിംബ് ആൻഡ് ലിംബ് ഗേഡിൽസ് ഒക്കെ ആബ്സെൻ്റ് ആണ്. ലെഫ്റ്റ് ലങ് ഈസ് ഷോർട്ടർ ദാൻ റൈറ്റ് ലങ്. ബോഡി കളർ ഈസ് വയലറ്റ് ഓർ ബ്രൗൺ. യെല്ലോ സ്ട്രൈപ്സ് ആർ ഫൗണ്ട് അലോങ് ദ സൈഡ്സ്. അപ്പം നിങ്ങൾ പിക്ചർ കണ്ടതാണ്. ഇതാണ് അതിൻ്റെ ആ സെൻസറി ടെൻറ്റക്കിൾ. അപ്പോൾ നമ്മൾ പറഞ്ഞ ടിംബാനിക് ക്യാവിറ്റിയും ഇതൊക്കെ ഇവർക്ക് പ്രസൻ്റ് ആണ്. ഇതാണ് ഒരു വയലറ്റ് കളറിലാണ് ഇത് കാണപ്പെടുന്നത്. Skin is folded and the number of folds range from 240 to 304. The tail has 5 to 9 folds and the anterior fold have 1 or 2 rows of scales embedded in them. പിന്നെ ഇവരുടെ ആൻറ്റീരിയർ ഫോൾഡ്സിൽ 1 or 2 rows of scales ഉണ്ട്. നമ്മൾ നേരത്തെ കണ്ട സിസിലിയൻസിൻ്റെ ഡെർമൽ സ്കെയിൽസ് ഉണ്ട്. പോസ്റ്റീരിയർ എൻഡിൽ 4 rows ആയിട്ട് സ്കെയിൽ മടക്കിൽ കാണുന്നുണ്ട്. ക്ലോയാക്കൽ അപ്പർച്ചർ വെർട്ടിക്കൽ ഒരു സ്ലിറ്റ് ആയിട്ട് കാണപ്പെടുന്നുണ്ട്. അത് ടെർമിനൽ എൻഡ് ഓഫ് ദ ടെയിലായിട്ടാണ് കാണപ്പെടുന്നത്. അത് 4 മടക്കുകളായിട്ട് എക്സ്റ്റെൻഡ് ചെയ്ത് കാണപ്പെടുന്നു. കൂടാതെ തന്നെ അതിന് ചുറ്റും ഒരു യെല്ലോ സ്പോട്ടും കാണപ്പെടുന്നുണ്ട്. ഇതാണ് ആ ടെയിലിൻ്റെ സ്ട്രക്ചർ പറഞ്ഞത്. ഇതാണ് ആ നമ്മൾ പറഞ്ഞുകൊണ്ടിരുന്ന ആ സ്കെയിലിൻ്റെ സ്ട്രക്ചറൽ ഫീച്ചേഴ്സ്. ഇനി ഇതിനെ നമ്മൾ ഇറിറ്റേറ്റ് ചെയ്യുകയാണെങ്കിൽ ഇതൊരു ക്രീമി ആയിട്ടുള്ള വൈറ്റ് ഫ്ലൂയിഡിനെ റിലീസ് ചെയ്യും. അതിന് ഭയങ്കര ക്യാരക്ടറിസ്റ്റിക്സ് ആയിട്ടുള്ള സ്മെല്ലാണ്. ഇത് സാധാരണ കാട്ടിൽ തടിയുടെയും റോക്കിൻ്റെ ഒക്കെ അടിയിലായിട്ടാണ് കാണപ്പെടുന്നത്. ബറോ ഇൻ ലൂസ് സോയിൽ ആൻഡ് ഹ്യൂമസ്. മെയിൽ ഹാസ് എ കോപ്പുലേറ്ററി ഓർഗൻ. ഫെർട്ടിലൈസേഷൻ ഇന്റേണൽ. ഫിമെയിൽ ലേസ് ഫെർട്ടിലൈസ്ഡ് എഗ് ഇൻ ക്ലസ്റ്റേഴ്സ്. അതുകൊണ്ട് തന്നെ നമുക്ക് അവയെ ഓവി പാരസ് എന്ന് വിളിക്കാം. നേരത്തെ നമ്മൾ പറഞ്ഞു എഗ്ഗ് ഒരു ട്രാൻസ്പെറൻ്റ് ആയിട്ടുള്ള കോഡ് വെച്ച് ടൈ അപ്പ് ചെയ്ത് വെക്കും. ആ കോഡ് വെച്ച് ട്വിസ്റ്റ് ചെയ്ത് കെട്ടിയാണ് എഗ്ഗ് സൂക്ഷിക്കുന്നത്. ഇങ്ങനെയാണ് ഇതിന് എഗ്ഗ് കാണപ്പെടുന്നത്. ഫീമെയിൽസ് ഈ എഗ്ഗിന് ചുറ്റും കോയിൽ ചെയ്ത് എഗ്ഗിനെ പ്രൊട്ടക്റ്റ് ചെയ്യും. ലാർവ അക്വാട്ടിക് ആയിരിക്കും. ആ ലാർവയ്ക്ക് 3 ജോഡി ഗില്ലുണ്ട്. കൂടാതെ ലാറ്ററൽ ലൈൻ സെൻസ് ഓർഗനും കാണപ്പെടുന്നുണ്ട്. ഇനി രണ്ടാമത്തെ ഇതിൽ പറയുന്ന ഓർഡർ ആണ് ഓർഡർ കോഡേറ്റ. നമ്മൾ അടുത്ത പറയുന്ന ഓർഡർ ആണ് ഓർഡർ യൂറോഡീല അല്ലെങ്കിൽ കോഡേറ്റ എന്ന് വിളിക്കും. ഇത് സാധാരണ നോർത്ത് അമേരിക്കയിലും ഈസ്റ്റേൺ ഹിമാലയൻ റീജിയൻസിലൊക്കെ കാണുന്ന ഒരു സ്പീഷീസ് ആണ്. ടൈലോ ടോറിട്രോൺ എന്നാണ് ഇതിനെ അറിയപ്പെടുന്നത്. ഇതിൻ്റെ അതുപോലെ തന്നെ ന്യൂഡ്സ് എന്നറിയപ്പെടുന്ന ഒരു സ്പീഷീസ് ഇതിൽ കാണപ്പെടുന്നുണ്ട്. സലമാൻഡർ ഒക്കെയാണ് ഇതിനകത്ത് വരുന്ന ഓർഗാനിസംസ്. ഇവരുടെ ബോഡി ലിസാർഡ് ലൈക്ക് ആണ്. ഡിസ്റ്റിങ്ക്റ്റ് പോസ്റ്റ് എയ്നൽ ടെയിൽ ഇവരുടെ ഒരു പ്രത്യേകതയാണ്. പോസ്റ്റ് എയ്നൽ അടിവശത്തായിട്ട് നമുക്ക് നല്ല രീതിയിൽ തിരിച്ചറിയാൻ പറ്റുന്ന പോസ്റ്റ് എയ്നൽ ടെയിലുണ്ട്. ടെയിൽ ഫിന്ന് ഉണ്ട്. അതിനകത്ത് ഫിൻ റേസ് ആബ്സെൻ്റ് ആണ്. അതുപോലെ തന്നെ 2 pairs of weak and equal limbs ഇവരുടെ ഒരു പ്രത്യേകതയാണ്. ഇവർക്ക് എക്സോസ്കെലിറ്റൻ ആബ്സെൻ്റ് ആണ്. ബോത്ത് ജോസ് ക്യാരി ടീത്ത് ആൻഡ് ദ വോക്കൽ കോഡ്സ് ആർ ആബ്സെൻ്റ്. ഇതൊക്കെയാണ് ഇവരുടെ പ്രത്യേകത. നമ്മൾ വെർട്ടിബ്രയുടെ കാര്യം നമ്മൾ പറഞ്ഞു. ഒപ്പിസ്തോസീലസ് വെർട്ടിബ്രയാണ് ഇവരുടെ ഒരു പ്രധാന സവിശേഷത. അതായത് വെർട്ടിബ്രയുടെ ആൻറ്റീരിയർ ഭാഗം നമുക്ക് നോക്കിയാൽ അറിയാം. ആൻറ്റീരിയർ റീജിയൻസിൽ കോൺവെക്സ് ആണ് ആൻറ്റീരിയർ ഫേസ്. കോൺകേവ് ആയിരിക്കും പോസ്റ്റീരിയർ പൊസിഷൻ. അതാണ് ഒപ്പിസ്തോസീലസ് വെർട്ടിബ്ര. ഇവർക്ക് റിബ്സ് പ്രസന്റ് ആണ്. സ്റ്റെർണം ഈസ് പ്യുവർലി ഡെവലപ്ഡ് ആണ്. മെയിൽ ഹാസ് എ കോപ്പുലേറ്ററി ഓർഗൻ ഉണ്ട്. ടിംപാനം ആബ്സെന്റ് ആണ്. ടെറസ്ട്രിയൽ ഫോംസിന് ഐ ലിപ്സ് ഉണ്ട്. സാധാരണ അക്വാട്ടിക് ഫോംസ് ആണെങ്കിൽ ഇവർക്ക് ലാറ്ററൽ ലൈൻ സെൻസ് ഓർഗൻ നല്ല രീതിയിൽ ഡെവലപ്പ് ചെയ്തിട്ടുണ്ട്.
ഗിൽസ് പെർസിസ്റ്റ് ഓർ ലോസ്റ്റ് ഇൻ അഡൾട്ട്. അഡൾട്ട് ആകുമ്പോഴത്തേക്ക് ആ ഗില്ല് നഷ്ടപ്പെടും. ഇവരുടെ ഫെർട്ടിലൈസേഷൻ ഇന്റേണൽ ആണ്. ഫീമെയിൽ ടേക്ക് സ്പെർമാറ്റോഫോർ ബൈ ദ ലിപ്പ് ഓഫ് ക്ലയാക്ക. അപ്പോൾ ഫീമെയിൽസ് സാധാരണ സ്പെർമാറ്റോഫോഴ്സ് അവരുടെ ക്ലയാക്കൽ ഓപ്പണിംഗ് കൊണ്ട് അപ്ടേക്ക് ചെയ്യുകയാണ് ചെയ്യുന്നത്. ലാർവ അക്വാട്ടിക് ആണ്. ഇത് അഡൾട്ട് എക്സ്റ്റേണലി നമ്മൾ നോക്കുമ്പോൾ ലാർവയാണ്, പക്ഷെ ഇത് നമുക്ക് അഡൾട്ടിന്റെ പോലെ തന്നെയാണ് ഇവരുടെ ലാർവ കാണപ്പെടുന്നത്. അതുപോലെ തന്നെ അടുത്ത ഇതിനകത്ത് വരുന്ന എക്സാമ്പിൾ ആണ് അംബ്ലൈലോസ്റ്റോമ. നമ്മൾ ഇത്രയും നേരം പറഞ്ഞുകൊണ്ടിരുന്ന മറ്റൊരു സ്പീഷീസ് ആയിരുന്നു. അപ്പോൾ ഇതിനകത്ത് രണ്ടാമത് നമ്മൾ ന്യൂഡ്സ്, ഈ ഓർഡർ യൂറോഡീലയിൽ വന്ന ടൈലോടോട്രിറ്റോണിനെ കുറിച്ച്, കോഡേറ്റയാണ് നമ്മൾ പറഞ്ഞത്. ഇനി അതിനകത്ത് വരുന്ന അടുത്ത ഒരു എക്സാമ്പിൾ ആണ് നമ്മൾ അംബ്ലൈലോസ്റ്റോമ അല്ലെങ്കിൽ അംബിസ്റ്റോമ എന്ന് പറഞ്ഞ ഗ്രൂപ്പിൽപ്പെട്ടവർ. സലമാൻഡേഴ്സും ഇതിൽ വരുന്നവരാണ്. ആംഫിയുമ ഇതിനകത്ത് വരുന്ന എക്സാമ്പിൾ ആണ്. ഇതൊക്കെ ആംഫിബിയൻസ്. ട്രൈറ്റൺ ഇത് അതിൽ വരുന്നതാണ്. അപ്പം നമുക്ക് നോക്കാം. അപ്പം അംബ്ലൈലോസ്റ്റോമയെ കുറിച്ചാണ് നിങ്ങൾക്ക് ഡീറ്റെയിൽ ആയിട്ട് പറയാനുള്ളത്. നോക്കാം. അംബ്ലൈലോസ്റ്റോമ അല്ലെങ്കിൽ ആംബിസ്റ്റോമ എന്ന് പറയപ്പെടുന്നതിനെ നമ്മൾ മോൾ സലമാൻഡർ എന്ന് വിളിക്കുന്നു. അംബ്ലൈലോസ്റ്റോമ ടൈഗ്രിനമാണ് നമുക്ക് സാധാരണ പഠിക്കാനുള്ളത്. ഇതിനെ ടൈഗർ സലമാൻഡർ എന്നും അറിയപ്പെടുന്നുണ്ട്. ഇത് USA-ലും മെക്സിക്കോയിലും ഒക്കെയാണ് കാണുന്നത്. ഹെഡും ട്രങ്കും ഫ്ലാറ്റ് ആണ്. ടെയിൽ ലാറ്ററലി കംപ്രസ്ഡ് ആണ്. ടെയിൽ ഫിൻ ആബ്സെന്റ് ആണ്. സ്നൗട്ട് ബ്ലൻഡ് ആയിട്ടിരിക്കുന്ന കാണാം. നീളത്തിലിരിക്കുന്നില്ല, പരന്നിരിക്കുന്നു, ബ്ലൻഡ് ആണ്. ഐസ് ആർ വെൽ ഡെവലപ്ഡ് ആണ്. വെൽ ഡെവലപ്ഡ് കണ്ണാണ്. അതുപോലെ പാരോട്ടിഡ് ഗ്ലാൻസ് ആർ മോഡിഫൈഡ്. അപ്പോൾ പാരോട്ടിഡ് ഗ്ലാൻസ് എന്ന് പറഞ്ഞാൽ ഇതാണ്. ഈ പാരോട്ടിഡ് ഗ്ലാൻസ് ഇവർക്കുണ്ട്. ഈ പാരോട്ടിഡ് ഗ്ലാൻസ് മോഡിഫൈ ചെയ്ത് പോയ്സൺ ഗ്ലാൻഡ് ആയിട്ടാണ് കാണപ്പെടുന്നത്. ഗിൽ സ്ലിറ്റ്സ് ആൻഡ് എക്സ്റ്റേണൽ ഗിൽസ് ഒക്കെ ആബ്സെന്റ് ആണ്. അതുപോലെ തന്നെ ഫോർ ലിംബ് ഹാസ് 4 ഫിംഗേഴ്സ് ആൻഡ് ഹൈൻഡ് ലിംബ് ഹാസ് 5 ടോസ്. ദ സ്കിൻ ഈസ് ബ്ലാക്ക് ആൻഡ് വ്രിങ്കിൾഡ്. കൂടാതെ യെല്ലോ സ്ട്രൈപ്പ് അല്ലെങ്കിൽ സ്പോട്ടുകൾ സ്കിന്നിൽ കാണുന്നുണ്ട്. ഫീമെയിൽസ് കൊളയാക്കൽ ലിപ്സിൽ സ്പെർമാറ്റോഫോഴ്സിനെ കളക്ട് ചെയ്തിട്ട് ഫെർട്ടിലൈസ്ഡ് എഗ് ആണ് ഇവർ. ഫെർട്ടിലൈസേഷൻ ഇന്റേണൽ നടന്നിട്ട് ഫെർട്ടിലൈസ്ഡ് എഗ് ആണ് വെള്ളത്തിൽ റിലീസ് ചെയ്യുന്നത്. അപ്പോൾ ഇതാണ് ഇവരുടെ ഫെർട്ടിലൈസ്ഡ് എഗ്. ദെൻ ഈ ഫെർട്ടിലൈസ്ഡ് എഗ് ഡെവലപ്പ് ചെയ്ത് മാറുന്ന ഒരു സ്ട്രക്ചറാണ് ആക്സലോട്ടൽ ലാർവ. അപ്പോൾ ആക്സലോട്ടൽ ലാർവയുടെ പ്രത്യേകത നമുക്ക് നോക്കാം. ആക്സലോട്ടൽ ലാർവയെ വിളിക്കുന്നത് ലാർവ ഓഫ് അംബ്ലൈസ്റ്റോമ ടൈഗ്രിനം എന്നാണ്. ഇതിന് ഹെഡും ട്രങ്കും ടെയിലും ഒക്കെ ഉണ്ട്. ഇതിന് കൂടാതെ ഒരു സ്പെഷ്യലൈസ്ഡ് സ്ട്രക്ചറായി ഇന്റർകോസ്റ്റൽ ഗ്രൂവ് ഇതിന് പ്രസന്റ് ആണ്. ഗിൽ സ്ലിറ്റ്സ് ഉണ്ട്. 3 ജോഡി ബ്രാഞ്ച്ഡ് ഗിൽ എക്സ്റ്റേണൽ ഗിൽസും കൂടെ ഉണ്ട്. എ പെയർ ഓഫ് ഐസ് ഉണ്ട്. ആൻറ്റീരിയർ ലിംബ് ഉണ്ട്. പോസ്റ്റീരിയർ ലിംബ് ഉണ്ട്. ലാറ്ററലി കംപ്രസ്ഡ് ടെയിൽ വിത്ത് ടെയിൽ ഫിന്നും ഇവരുടെ ഒരു പ്രത്യേകതയാണ്. അപ്പോൾ ഈ കോസ്റ്റൽ ഗ്രൂവ്സും ലെഗ്സിൻ്റെയും പ്രത്യേകത നമുക്ക് നോക്കാം. കോസ്റ്റൽ ഗ്രൂവ്സ് ഒരു റെസ്പിറേറ്ററി ഓർഗൻ ആയിട്ടാണ്, സ്ട്രക്ചർ ആയിട്ടാണ് ആക്ട് ചെയ്യുന്നത്. കോസ്റ്റൽ ഗ്രൂവ്സ് എന്ന് വെച്ചാൽ വെർട്ടിക്കലായിട്ടുള്ള ഗ്രൂവുകളാണ്, മടക്കുകളാണ്. അപ്പോൾ ഇത് എയറിൽ റെസ്പയർ ചെയ്യാൻ ഇത് സഹായിക്കുന്നു. ഇതിൻ്റെ ഒരു മോൾ സലമാൻഡേഴ്സിൻ്റെ അല്ലെങ്കിൽ അംബ്ലൈസ്റ്റോമാറ്റിഡ്സിൻ്റെ ഒരു സ്പെഷ്യലൈസ്ഡ് ഫീച്ചറാണ്. ഈ കോസ്റ്റൽ ഗ്രൂവ്സ് സാധാരണ ഇതിനകത്ത് ധാരാളം വെസൽസും വെയിൻസും ഒക്കെ കാണപ്പെടുന്നുണ്ട്. അതുവഴിയാണ് ഇവർ ശ്വസിക്കുന്നത്. ദ ഫീറ്റ് ഓഫ് ആക്സലോട്ടൽ ചേഞ്ച് കളർ. അപ്പോൾ ഇവർ മെച്ചറായി എന്നറിയുന്നത് ഇവരുടെ ഫീറ്റിൻ്റെ കളർ ഡാർക്കൺ കളർ ആകുമ്പോഴാണ് സെക്ഷൽ മെച്യൂരിറ്റി എത്തി എന്നറിയപ്പെടുന്നത്. കൂടാതെ തന്നെ ഇവർക്ക് ഒരു പ്രധാനപ്പെട്ട ഒരു എബിലിറ്റി ഉണ്ട്. റീജനറേഷൻ ചെയ്യാനുള്ള കഴിവുണ്ട്. ഇവരുടെ കാലുകളോ സ്പൈനോ ബ്രെയിനോ ബോഡിയുടെ ഏതെങ്കിലും പാർട്സ് മുറിഞ്ഞു പോയി കഴിഞ്ഞാൽ അതിനെ റീജനറേറ്റ് ചെയ്ത് പുനർനിർമ്മിക്കാനുള്ള എബിലിറ്റി ഇവർക്കുണ്ട്. അതുകൊണ്ട് തന്നെ ഇതിനെ നല്ല എക്സ്പെരിമെൻ്റൽ ഓർഗാനിസം ഒക്കെ ആയിട്ട് ഇതിനെ സാധാരണ ചൂസ് ചെയ്യാറുണ്ട്. If sufficient food and water are not available, the axolotl larvae undergo metamorphosis. അപ്പോൾ ഇവർക്ക് സഫീഷ്യൻറ്റ്, ഇവർ താമസിക്കുന്ന വാട്ടറിൽ അപ്പോൾ ഇവരുടെ പ്രത്യേകത, ഇവർക്ക് സഫീഷ്യൻ്റ് ആയിട്ട് ഫുഡും വാട്ടറും ഒന്നും ഇവരുടെ താമസിക്കുന്ന അക്വാട്ടിക് മീഡിയത്തിൽ കിട്ടിയില്ലെങ്കിൽ എന്താ ഇവർ ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ ഇവർക്ക് മെറ്റമോർഫോസിസ് ഒരു പ്രോസസ്സ് ഇവർക്കുണ്ട്. അതോടൊപ്പം തന്നെ ഇങ്ങനെ സ്കാഴ്സിറ്റി, സഫീഷ്യൻറ്റ് ഫുഡിനും വെള്ളത്തിനും ഒക്കെ സ്കാഴ്സിറ്റി വന്നു കഴിഞ്ഞാൽ ഇഫ് ഇറ്റ് സഫീഷ്യൻറ്റ് ദ ആക്സലോട്ടൽ റിമെയിൻസ് ദ ലാർവൽ ക്യാരക്ടേഴ്സ്. അപ്പോൾ സഫീഷ്യൻ്റ് ആയിട്ട് വരുന്ന സമയത്ത് ഇവർ ലാർവൽ ക്യാരക്ടേഴ്സ് റിട്ടേൺ ചെയ്യും. അതുപോലെ തന്നെ ഇവർക്കൊരു പ്രത്യേകതയുണ്ട്.
ലാർവ ഫെയിലിംഗ് ടു മെറ്റമോർഫോസിസ് കംപ്ലീറ്റ്ലി. അപ്പോൾ ഇവർക്ക് സെക്സ് ഓർഗൻസ് വെൽ ഡെവലപ്പ് ചെയ്യുകയും അത് സെക്ഷലി റീപ്രൊഡ്യൂസ് ചെയ്യുകയും ചെയ്യും. അപ്പോൾ അതിനെക്കുറിച്ചൊരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഫിനോമിന നമുക്കിവിടെ പറയാം. നിയോട്ടണി എന്നാണ് നമ്മൾ പറയുന്നത്. അതായത് ഫുഡും വാട്ടറും ഒക്കെ സഫീഷ്യൻ്റ് ആയിട്ട് ഉണ്ടെങ്കിൽ ഈ അക്സലോട്ടിൽ റിട്ടൈൻസ് ദ ലാർവൽ ക്യാരക്ടേഴ്സ്, സെക്സ് ഓർഗൻസ് ബിക്കം വെൽ ഡെവലപ്ഡ് ആൻഡ് റീപ്രൊഡ്യൂസ് സെക്ഷലി. അപ്പോൾ നല്ല ന്യൂട്രീഷനും അവരുടെ എല്ലാ കാര്യങ്ങളും സഫീഷ്യൻ്റ് ആയിട്ട് കിട്ടിക്കഴിഞ്ഞാൽ ഈ അക്സലോട്ടൽ ലാർവയായിരുന്നു അത് പെട്ടെന്ന് തന്നെ സെക്ഷലി മെച്ചർ ആവുകയും ഈ ലാർവൽ ക്യാരക്ടറിസ്റ്റിക്സിനോടൊപ്പം തന്നെ അതിൻ്റെ സെക്സ് ഓർഗൻസിനെ വെൽ ഡെവലപ്ഡ് ആക്കുകയും ചെയ്യും. എന്നിട്ട് അത് സെക്ഷലി റീപ്രൊഡ്യൂസ് ചെയ്യാൻ തുടങ്ങും. ഇതിനെ നമ്മൾ for this phenomenon of larva failing to metamorphosis completely. അപ്പോൾ അവിടെ സംഭവിച്ചത് ആ ലാർവ മെറ്റമോർഫോസിസ് കംപ്ലീറ്റ് ആക്കിയില്ല. റിട്ടൈനിങ് ലാർവൽ ക്യാരക്ടറിസ്റ്റിക്സ് ആൻഡ് അറ്റൈനിങ് സെക്ഷൽ മെച്യൂരിറ്റി. അപ്പോൾ ആ ലാർവൽ ക്യാരക്ടറിസ്റ്റിക്സ് കംപ്ലീറ്റ് ആകുമ്പോഴാണ് അത് അഡൾട്ട് ആവുന്നത്. ഒരു ഓർഗാനിസം അഡൾട്ടായി കഴിയുമ്പോഴാണ് അത് സെക്ഷൽ മെച്യൂരിറ്റി എത്തുന്നത്. പക്ഷേ നമ്മുടെ ഇവിടെ ഫുഡും വാട്ടറും അതിന് എല്ലാം സഫീഷ്യൻ്റ് ആയിട്ട് കിട്ടിക്കഴിഞ്ഞാൽ ലാർവൽ സ്റ്റേജ് ക്യാരക്ടറിസ്റ്റിക്സുകളൊക്കെ നിർത്തിക്കൊണ്ട് തന്നെ അഡൾട്ട് ആവുന്നതിന് മുമ്പ് തന്നെ അത് സെക്ഷൽ മെച്യൂരിറ്റി അങ്ങ് അറ്റൈൻ ചെയ്യും. എന്നിട്ട് അത് സെക്ഷലി റീപ്രൊഡ്യൂസ് ചെയ്യാൻ തുടങ്ങും. അപ്പോൾ ഇങ്ങനെ അഡൾട്ട് ആകുന്നതിന് മുമ്പേ ലാർവൽ ക്യാരക്ടറിസ്റ്റിക്സ് റീറ്റെയിൻ ചെയ്തുകൊണ്ട് തന്നെ സെക്ഷൽ മെച്യൂരിറ്റി എത്തി റീപ്രൊഡ്യൂസ് ചെയ്യുന്നു സെക്ഷലി. ഇതിനെയാണ് നമ്മൾ ഈ കണ്ടീഷനെ നമ്മൾ വിളിക്കും നിയോട്ടണി എന്ന് വിളിക്കും. When the larvae become sexually mature and reproduce, this phenomenon is called pedogenesis. അപ്പോൾ ഇങ്ങനെ ലാർവ സെക്ഷലി മെച്ചർ ആയി റീപ്രൊഡ്യൂസ് ചെയ്യുന്ന പ്രോസസ്സിനെ നമ്മൾ വിളിക്കും പീഡോജെനിസിസ്. അപ്പോൾ ഈ കണ്ടീഷനെ വിളിക്കുന്ന പേരാണ് നിയോട്ടണി. ഇത് വളരെ പ്രധാനപ്പെട്ടതാണ്, ചോദിക്കാം. അപ്പോൾ നമുക്ക് പ്രാക്ടിക്കലിനും ഒക്കെ ചോദിക്കാം. മനസ്സിലായോ? ഹലോ, കേൾക്കുന്നുണ്ടോ? ശരി. ഇനി ലാസ്റ്റ് ഓർഡർ ആണ്, നമുക്കിതിവിടെ പറഞ്ഞ് അവസാനിപ്പിക്കാം. ഓർഡർ അനൂര അല്ലെങ്കിൽ സേലിയൻഷ്യ. മോസ്റ്റ് സക്സസ്ഫുൾ ഓഫ് ദ ലിവിങ് ആംഫീബിയൻ ട്രോപ്പിക്കൽ ആൻഡ് ടെമ്പറേറ്റ് റീജിയൻസിലാണ് ഇവർ കാണുന്നത്. അതിനകത്ത് എക്സാമ്പിൾ ഫ്രോഗും ടോഡും ആണ്. ആൻഡ് ദ ലാക്ക് ഇൻ ടെയിൽ ഇൻ അഡൾട്ട്സ്. അഡൾട്ടിന് ടെയിലില്ല. 2 pairs ഓഫ് പെൻഡാഡക്റ്റൈൽ ലിംസ് പ്രസന്റ് ആണ്. ഹൈൻഡ് ലിംസ് ആൻഡ് ഫോർ ലിംസ് ആർ അൺഈക്വൽ ആണ്. ഹൈൻഡ് ലിംസ് ആർ ലോങ്ങർ ദാൻ ദ ഫോർ ലിംസ്, യൂസ്ഡ് ഫോർ ലീപ്പിംഗ് ആൻഡ് സ്വിമ്മിങ്. ചാടാനും സ്വിം ചെയ്യാൻ ഉപയോഗിക്കുന്നു. ടോസ് ആർ കണക്റ്റഡ് ബൈ വെബ്. ഇതാണ് ഇതിന്റെ സ്ട്രക്ചർ. നമുക്ക് നോക്കിയാൽ അറിയാം. വെർട്ടിബ്രൽ കോളം ഹാസ് 5 to 9 vertebrae. യൂറോസ്റ്റൈൽ ഈസ് ഫോംഡ് ബൈ ദ ഫ്യൂഷൻ ഓഫ് പോസ്റ്റീരിയർ വെർട്ടിബ്രെ. അപ്പോൾ പോസ്റ്റീരിയർ വെർട്ടിബ്രെ ഫ്യൂസ് ചെയ്താണ് യൂറോസ്റ്റൈൽ എന്ന് പറഞ്ഞൊരു സ്ട്രക്ചർ ഇവർക്ക് ഫോം ചെയ്തിരിക്കുന്നതായിട്ട് നമുക്ക് കാണാം. അതുപോലെ തന്നെ ഇവരുടെ സ്കെലിറ്റൺ നോക്കിക്കഴിഞ്ഞാൽ യൂറോസ്റ്റൈൽ ഫോം ചെയ്തിരിക്കുന്നതാണ്. നമ്മൾ നേരത്തെ പറഞ്ഞു യൂറോസ്റ്റൈൽ ഉണ്ട്, സ്കാപ്പുല, സെർവിക്കൽ വെർട്ടിബ്രെ, അങ്ങനെ പല തരത്തിലുള്ള ഫീച്ചേഴ്സ് ഒക്കെ നമുക്കിതിൽ കാണാൻ കഴിയും. അതുപോലെ തന്നെ ഫെമർ, ടിബിയോ, ഫിബുല, പെൽവിക് ബോൺസ്, ഇതൊക്കെ നമുക്ക് അവരുടെ സ്കെലിറ്റൺ നോക്കിയാൽ അറിയാം. ഇനി സ്റ്റേണം ഈസ് പ്രസന്റ്. ഇവർക്ക് സ്റ്റേണം ഉണ്ട്. റിബ്സ് ആർ റുഡിമെന്ററി ഓർ ആബ്സെന്റ്. റിബ്സ് റുഡിമെന്ററി ആണ് ചിലർക്ക്, ചിലതിൽ ആബ്സെന്റ് ആണ്. അതുപോലെ തന്നെ ഇവരുടെ പ്രത്യേകത ടീത്ത് ആർ പ്രസന്റ് ഓൺ ദ അപ്പർ ജോ ഓർ ആബ്സെന്റ്. In adult, gill or gill openings are absent. Skin is naked, scaleless and glandular. Dicondylic skull ആണ്. Tympanum and middle ear cavity present ആണ്. Vocal cords are present ആണ്. Fertilization and development are external ആണ്. Indirect development ആണ് ഇവരുടെ ഒരു പ്രത്യേകത. Fish like gill, breathing aquatic tadpole larva, metamorphosis into adult. നമുക്കറിയാം ഫിഷസിനുള്ള പോലെ തന്നെ ഇവർക്ക് ഗില്ലുണ്ട്. എന്തിനാണ്? ഇവർ അക്വാട്ടിക്കിലായിരിക്കുന്ന സമയത്ത് ടാഡ്പോൾസിന് ശ്വസിക്കാൻ വേണ്ടി. എന്നിട്ട് മെറ്റമോർഫോസിസ് കംപ്ലീറ്റ് ചെയ്തിട്ട് ഇവർ അഡൾട്ടായി കഴിയുമ്പോൾ ഇവർക്ക് പിന്നീട് ഇവർ ലങ് ബ്രോങ്കിയൽ റെസ്പിറേഷൻസിലോട്ട് ഇവർ മാറും. ഇനി കരയിലായിരിക്കുന്ന സമയത്ത് തന്നെ ഇവർക്ക് സ്കിന്ന് ഉപയോഗിച്ച് ഇത് റെസ്പയർ ചെയ്യുന്നുണ്ട്. അതുകൊണ്ട് തന്നെ നമുക്ക് ഫ്രോഗിനെ ആംഫീബിയൻ എന്ന് വിളിക്കാം. കരയിലും വെള്ളത്തിലും ഇവർക്ക് ജീവിക്കാനുള്ള ആ ഒരു അഡാപ്റ്റേഷൻസ് ഒക്കെ ഇവർക്കുണ്ട്. അപ്പോൾ ഇതാണ് ഇവരുടെ ഡെവലപ്മെന്റൽ സ്റ്റേജ്. ടാഡ്പോളാണ്. മെറ്റമോർഫോസിസ് നടന്ന് ടാഡ്പോളിന്റെ ടെയിലൊക്കെ ഇവർക്ക് പോയിരിക്കുന്നതായിട്ട് നമുക്ക് കാണാൻ കഴിയും. അപ്പോൾ ഇതിനകത്ത് വരുന്ന എക്സാമ്പിൾ ഫ്രോഗ്, റാണ ഹെക്സാഡക്റ്റൈല ഒന്ന്, അതുപോലെ ടോഡ്, ബഫോ നമ്മുടെ ഇവിടെയൊക്കെ സാധാരണ കാണാറുണ്ടായിരുന്നു, ഇപ്പോൾ കാണുന്നില്ല. അതുപോലെ റാക്കോഫോറസ്, ഫ്ലൈയിങ് ഫ്രോഗ് എന്നറിയപ്പെടുന്നത്. അതുപോലെ ഹൈല, ട്രീ ഫ്രോഗ്. അപ്പോൾ നമുക്ക് നോക്കാം. ഈ ഹൈല ആർബോറ എന്ന് പറഞ്ഞാൽ ആർബോറിയൽ ഫ്രോഗ് ആണ്. ഇതിന് ട്രീ ഫ്രോഗ് എന്ന് അറിയപ്പെടുന്നത്. ഇത് കോസ്മോപൊളിറ്റൻ ഡിസ്ട്രിബ്യൂഷൻ ആണ്.
സൗത്ത് ഇന്ത്യയിലാണ് കാണുന്നത്. ഇതിന്റെ സ്കിന്ന് ഗ്രീൻ അല്ലെങ്കിൽ ബ്രൗൺ കളറാണ്. അതുപോലെ തന്നെ 5 മുതൽ 8 സെന്റിമീറ്റർ വരെ നീളമുണ്ട്. സ്ലെൻഡർ ആണ് ഇവരുടെ ലിംബുകൾ. ഫിംഗേഴ്സ് ഫ്രീ വിത്തൗട്ട് വെബ്. ഫിംഗേഴ്സ് ഫ്രീ ആണ്, വെബുകളൊന്നും ഇല്ല. അതുപോലെ ടോസ് വെബ്ഡ് ആണ്, പക്ഷെ ഇവരുടെ ടോസ് വെബ്ഡ് ആണ്. ഓൾ ഡിജിറ്റ്സ് ഹാവ് എ സർക്കുലർ അദേഴ്സീവ് ഡിസ്ക് വിച്ച് ആർ ഗ്ലാൻഡുലർ. അതായത് ഇവിടെ അദേഴ്സീവ് ഡിസ്ക് ഉണ്ട്, അത് ഗ്ലാൻഡുലർ ആണ്, അതിനകത്ത് ഗ്ലാൻസ് ഉണ്ട്. അതുപോലെ ബോഡി ക്യാൻ അബ്സോർബ് ഡ്രോപ്സ് ആൻഡ് റെയിൻ വാട്ടർ ഫ്രം ദ ലീവ്സ് ബൈ പോൾസ് ഓൺ ദ ബെല്ലി. അപ്പോൾ ഇവർക്ക് ഇവരുടെ ബെല്ലി ഭാഗത്തായിട്ട് ചില ചില പോൾസുകളൊക്കെ ഉണ്ട്. അപ്പോൾ അവിടെ ഇവർ ഈ വാട്ടറിനെ അബ്സോർബ് ചെയ്യും അവിടെ വെച്ചിട്ട്. പ്രൊവൈഡ് മോയ്സ്ചർ ടു സ്കിൻ. അതുകൊണ്ട് തന്നെ ഇവരുടെ സ്കിൻ എപ്പോഴും നല്ല മോയ്സ്ചർ ആയിട്ടിരിക്കും. ചേഞ്ചസ് ഇറ്റ്സ് ബോഡി കളർ ടു സ്യൂട്ട് ഇറ്റ്സ് സറൗണ്ടിങ്. സറൗണ്ടിങ്ങിനനുസരിച്ച് ഇവരുടെ ബോഡി കളർ ചേഞ്ച് ചെയ്യാനുള്ള എബിലിറ്റി ഇവർക്ക് ഉണ്ട്. ഫെർട്ടിലൈസേഷൻ എക്സ്റ്റേണൽ ആണ്. മെയിൽ ആൻഡ് ഫീമെയിൽ ഫ്രോഗ് റിട്ടേൺ ടു വാട്ടർ ഫ്രോം മേറ്റിംഗ്. ഫീമെയിൽ ലേക്സ് എഗ്സ് ഇൻ നിയർ വാട്ടർ. ഏർലി ഡെവലപ്മെന്റ് ഒക്കേഴ്സ് ഇൻ വാട്ടറി മീഡിയം. ഇതാണ് ഇവരുടെ എഗ് ലേ ചെയ്തിരിക്കുന്നത്. ഡെവലപ്മെന്റ് ഇൻവോൾവ്സ് എ ടാഡ്പോൾ സ്റ്റേജ്. അദേഴ്സീവ് സക്കർ ബിലോ ഇറ്റ്സ് ത്രോട്ട്. ത്രോട്ടിന്റെ അടിയിലായിട്ട് ഒരു അദേഴ്സീവ് സക്കർ കാണും. എ പെയർ ഓഫ് എക്സ്റ്റേണൽ ഗിൽസ് ആൻഡ് ലോങ് ടെയിൽ ആണ് ഇവരുടെ ലാർവയുടെ പ്രത്യേകത. ആൻഡ് ഇറ്റ് ഈസ് എൻ ഇൻസെക്ടിവോറസ്. ലാർജ് വോക്കൽ സാക്സ് ഹെൽപ്സ് ഇൻ മേക്കിംഗ് എ വെരി ലൗഡ് വോയിസ് ടു അട്രാക്ട് ദ ഓപ്പോസിറ്റ് സെക്സ് ഫോർ പെയറിംഗ്. അപ്പോൾ ഇണയെ ആകർഷിക്കാൻ വേണ്ടി വലിയൊരു വോക്കൽ സാക്ക് ഉണ്ട്, അത് വെച്ച് നല്ല വലിയ സൗണ്ട് ഇത് ഉണ്ടാക്കാറുണ്ട്. പിന്നെ പ്രിഡേറ്റർ ഇൻഡ്യൂസ് പോളി വെനിസംസ് ആംഫിബിയൻസിലുള്ള ഒരു പ്രത്യേകതയാണ്. മോർ മസിൽ മാസ് ഇൻ ടെയിൽ. അതുപോലെ തന്നെ കൈറോമോണസ് ക്യാൻ മേക്ക് ദ ടാഡ്പോൾ മോർ സെൻസിറ്റീവ് ടു എൻവയോൺമെന്റൽ ഇൻസൾട്ട്സ്. ഫെർട്ടിലൈസേഴ്സ് എറ്റുള്ള. അതായത് ഇവിടെ പറയുന്നത് വേറൊന്നുമല്ല, ടെയിൽ ഇവര് പ്രെഡേറ്റർ ഇവരുടെ ഒരു പ്രത്യേകതയാണ്. പ്രിഡേറ്റർ ആരെങ്കിലും ഇവർ അറ്റാക്ക് ചെയ്യാൻ ആരെങ്കിലും വന്നു കഴിഞ്ഞാൽ ഉടനെ ഇവർ തന്നെ പോളിഫെനിസംസ് എന്ന് പറഞ്ഞൊരു പ്രത്യേകത. ഇവരുടെ ടെയിലിന്റെ അറ്റവും വീർപ്പിച്ച് ഒരു വലിയ ജീവിയാണെന്നുള്ള രീതിയിൽ ഇവർ ഇരിക്കും. പ്രിഡേറ്റർ പോയി കഴിയുമ്പോൾ ഇവർ വളരെ നോർമൽ റേഞ്ചിലോട്ട് മാറും. അപ്പം ഇങ്ങനെ ഒരു പ്രിഡേറ്ററിനെ പേടിപ്പിക്കാനായിട്ട് അങ്ങനെ ഒരു മെക്കാനിസം ഇവര് പെട്ടെന്ന് മസിൽ മാസ് കൂട്ടും ടെയിലിൽ. അതൊരു പ്രത്യേകതയാണ്. അപ്പോൾ ഇതാണ് ഇതിനകത്ത് നിങ്ങൾക്ക് പഠിക്കാനുള്ള പോർഷൻസ്. ഇത്രയേ ഉള്ളൂ ആംഫിബിയയിൽ. നിങ്ങൾ റിവൈസ്ഡ് സിലബസ് പ്രകാരം റാക്കോഫോറസും ബഫോയും നാസിക ബട്രാക്കസും കൂടെ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. അതോടെ പറഞ്ഞിട്ട് നമുക്ക് ക്ലാസ് അവസാനിപ്പിക്കാം. അപ്പം നാസിക ബട്രാക്കസ് എന്ന് പറഞ്ഞാൽ ഇപ്പോൾ പുതിയതായിട്ട് കണ്ടെത്തിയ പാതാളത്തവളയാണ്. ഇറ്റ് ഈസ് ഫൗണ്ട് ഇൻ ദ ഫാമിലി നാസിക ബട്രാക്കിഡെ. ഇറ്റ് ഈസ് ഓൾസോ നോൺ ആസ് ദ പർപ്പിൾ ഫ്രോഗ്. And discovery of 2 new species of this genus from the Western Ghats. വെസ്റ്റേൺ ഗട്ട്സിൽ ഇതിന്റെ 2 പുതിയ സ്പീഷീസ് ആണ് കണ്ടെത്തിയിട്ടുള്ളത്. ഇത് മീഡിയം സൈസ്ഡ് ആണ്. പ്രൊജക്റ്റിംഗ് നോസ് ലൈക്ക് സ്നൗട്ട് ഓഫ് എ പിഗ്. അപ്പോൾ ഇതിന്റെ മൂക്കിന്റെ ആ ഒരു നോസ് ഇങ്ങനെ സ്നൗട്ട് പിഗിനെ പോലെ പ്രൊജക്റ്റ് ചെയ്തിരിക്കുന്നു. അതുകൊണ്ട് തന്നെ ഇതിനെ പിഗ് നോസ് ഫ്രോഗ് എന്ന് അറിയപ്പെടുന്നുണ്ട്. ഇത് വെസ്റ്റേൺ ഗട്ടിലെ എൻഡമിക് സ്പീഷീസ് ആണ്, അവിടത്തെ ഉള്ള തനതായ സ്പീഷീസ് ആണ്. നാസിക ബട്രാക്കസ് സഹ്യാദ്രെൻസിസ് എന്നാണ് അതിനെ അറിയപ്പെടുന്നത്. ദി ട്രോപ്പിക്കൽ ബൊട്ടാണിക് ഗാർഡൻ ആൻഡ് റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ട് പാലോഡ് അവരാണ് ഇതിനെ കണ്ടെത്തിയത്. 7 സെന്റിമീറ്റർ വരെ ഇതിന് ലെങ്ത് ഉണ്ട്. ഇതാണ് അഡൾട്ട് ഫ്രോഗ് ഇമേജസ് അറ്റ് ദ സ്റ്റാർട്ട് ഓഫ് ദ മൺസൂൺ ടു ബ്രീഡ്. lays its egg in small shaded rocky pool in the bedrock of torrential streams. സാധാരണ എവിടെയെങ്കിലും വെള്ളക്കെട്ടിൻ്റെ അടുത്തൊക്കെയാണ് ഇവർ, പാറക്കെട്ടിൻ്റെ അടിയിലൊക്കെയാണ്. അതായത് ഇത് പാതാളത്തവളയെന്ന് പേര്. ഇവർ അങ്ങനെ മൺസൂൺ സമയത്ത് മാത്രം റെയർ ആയിട്ട് വെളിയിൽ വരുന്നവരാണ്. 100 days to മെറ്റമോർഫോസിസ്. ഇവരുടെ ലാർവയിലെ മെറ്റമോർഫോസിസ് കംപ്ലീറ്റ് ആയി അഡൾട്ട് ആവാൻ 100 ദിവസമെങ്കിലും എടുക്കും. ഫീഡ് ഓൺ സ്മോൾ ഇൻവെർട്ടിബ്രേറ്റ്സ് ലൈക്ക് ടെർമൈറ്റ്സ്. ടെർമൈറ്റ്സിനെയൊക്കെയാണ് ഇവർ കഴിക്കുന്നത്. ചെറിയ കണ്ണുകളാണ്. അത് ഹൊറിസോണ്ടൽ പ്യൂപ്പിൾ റൗണ്ട് ആയിട്ട് കാണുന്നു. ടിംപാനം ആബ്സെന്റ് ആണ്. ഫോർ ലിംസ് ആർ ഷോർട്ട് ആണ്. ഹാൻഡ്സ് ആർ റുഡിമെന്ററി വെബ്ഡ് ആണ്. ഫിംഗർ ടിപ്സ് ആർ റൗണ്ടഡ് വിത്ത് ഡിസ്ക്. ഇവരുടെ ഫിംഗർ ടിപ്സിൽ ഡിസ്കുകൾ കാണപ്പെടുന്നുണ്ട്. സ്നൗട്ട് ട്രയാങ്കുലർ ആണ്. ഹൈൻഡ് ലിംസ് ഷോർട്ട് ആണ്. ഫീറ്റ് അബൌട്ട് 3/4 വെബ്ഡ്. ടിപ്സ് ഓഫ് ടോസ് ആർ റൗണ്ടഡ് വിത്തൗട്ട് ഡിസ്ക്. സ്പെൻഡ് ഇറ്റ്സ് ലൈഫ് അണ്ടർഗ്രൗണ്ട്. അപ്പോൾ കൂടുതൽ സമയം ഇത് ഭൂമിക്ക് അടിയിലാണ് ചെലവഴിക്കുന്നത്. എമേർജസ് ഫ്യൂ ഡേയ്സ് ഈച്ച് ഇയർ. വർഷത്തിൽ വളരെ കുറച്ച് സമയങ്ങളിൽ വെളിയിലുള്ളൂ. അതുകൊണ്ട് തന്നെയാണ് ഇതിന് പേരിങ്ങനെ. മൺസൂൺ സമയത്ത് മാത്രം ബ്രീഡിങ്ങിനായിട്ടാണ് ഇവർ കാണപ്പെടുന്നത് വെളിയിൽ. അതുപോലെ തന്നെ ഇവർ എപ്പോഴും മണ്ണിനടിയിൽ തന്നെയാണ്. മറ്റ് ഫ്രോഗുകളൊക്കെ വെളിയിൽ ചാടി നടക്കുമ്പോൾ ഇവർ എപ്പോഴും മണ്ണിനടിയിൽ നിന്നാണ് ഫീഡ് ചെയ്യുന്നത്.
ടെർമൈറ്റുകളെയൊക്കെയാണ് ഇവരുടെ ടങ് വെച്ചിട്ട് ബക്കൽ ഗ്രൂസിൽ വെച്ചിട്ട് ഇവർ കഴിക്കും. ഇവർ എൻഡേഞ്ചേർഡ് ആണ്. അപ്പോൾ ഡീഫോറസ്റ്റേഷനും അതുപോലെ കൾട്ടിവേഷനൊക്കെ വ്യാപിപ്പിക്കുന്ന സമയത്ത് ഇവർ ഒരുപാട് നശിച്ചു പോയിട്ടുണ്ട്. അതുപോലെ തന്നെ ഇവരെ ലോക്കൽ ഇതൊരു ബറോയിങ് ആണ് കൂടുതലും. ഒരു ബ്ലോട്ടഡ് അപ്പിയറൻസ് ആണ്. മെയിൽസിന് 1/3 ഓഫ് ദ സൈസ് ആണ്, ഫീമെയിൽസിനെ അപേക്ഷിച്ച് സൈസ് കുറവാണ്. നാഡിക ബട്രാക്കസ് സഹ്യാദ്രൻസിസ് സാധാരണ ഇടുക്കിയിൽ കണ്ടെത്തി. നാഡിക ബട്രാക്കസ് ഭൂപതിസ് പർപ്പിൾ ഫ്രോഗ് എന്നാണ് അറിയപ്പെടുന്നത്. വെസ്റ്റേൺ ഗട്ട്സിലാണ് ഈ രണ്ടുപേരും ഉള്ളത്. ശ്രീവില്ലി പുത്തൂർ ഗ്രിസിൽഡ് ജയൻസ് കൊറൽ വൈൽഡ് ലൈഫ് സാങ്ച്വറിയിൽ ഇവരെ കൊണ്ടുപോയി സംരക്ഷിച്ചിരിക്കുകയാണ്. ഇതാണ് ഇതിനകത്തുള്ള ഒരു സ്പീഷ്യസ് ആയിട്ട് നമുക്ക് പറയുന്നത്. ഇത്രയാണ് ആംഫിബിയയിലുള്ളത്. അപ്പോൾ ഈ പോർഷൻസ് ഇത്രയേ ഉള്ളൂ. അപ്പോൾ ഓക്കെ, താങ്ക് യു.